വിശുദ്ധ റമദാൻ മാസത്തോടനുബന്ധിച്ച് വിപണിയിൽ ഉണ്ടാകുവാനിടയുള്ള ക്രമക്കേടുകൾ തടയുന്നതിനും ഉപഭോക്തൃ സംരക്ഷണം പൂർണ്ണമായും ഉറപ്പാക്കുന്നതിനുമായി സൗദി അറേബ്യയിൽ വാണിജ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ കൂടുതൽ കർശനമാക്കി. രാജ്യത്തുടനീളമുള്ള വിവിധ വാണിജ്യ വൻകിട ഷോപ്പിംഗ് കേന്ദ്രങ്ങളുമായി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 10,000-ലധികം പരിശോധനകളാണ് ഉദ്യോഗസ്ഥർ പൂർത്തിയാക്കിയത്. റമദാൻ വിപണിയിൽ കൃത്രിമ വിലക്കയറ്റം സൃഷ്ടിക്കുന്നതും ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നതും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് മന്ത്രാലയം ഈ അടിയന്തര പരിശോധനാ നടപടികൾക്ക് രൂപം നൽകിയിരിക്കുന്നത്. റമദാൻ പ്രമാണിച്ച് വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ പ്രഖ്യാപിക്കുന്ന ഓഫറുകളിലെ സുതാര്യത ഉറപ്പുവരുത്തുക എന്നതാണ് പരിശോധനകളുടെ സുപ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. ഉൽപ്പന്നങ്ങളുടെ വിലവിവരങ്ങൾ വ്യക്തമായി പ്രദർശിപ്പിച്ചിട്ടുണ്ടോ, വാഗ്ദാനം ചെയ്യുന്ന വിലക്കിഴിവുകൾ യാഥാർത്ഥ്യമാണോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധനാ സംഘം കർശനമായി വിലയിരുത്തുന്നുമുണ്ട്. വിലവിവര പട്ടികയില്ലാത്തതോ പരസ്യപ്പെടുത്തിയ വിലയും കൗണ്ടറിലെ ബില്ല് വിലയും തമ്മിൽ വ്യത്യാസങ്ങളുള്ളതോ ആയ വാണിജ്യ സ്ഥാപനങ്ങൾക്കെതിരെ ഉടനടി നടപടികൾ സ്വീകരിച്ച് വരികയുമാണ്. വ്യാജ ഓഫറുകൾ നൽകി ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവണതയ്ക്കെതിരെ മന്ത്രാലയം ശക്തമായ താക്കീതാണ് നൽകിയിരിക്കുന്നത്. പലചരക്ക് കടകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങി സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വ്യാപാര മേഖലകളിലാണ് ഉദ്യോഗസ്ഥർ പരിശോധനകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി ബന്ധപ്പെട്ട മറ്റ് സർക്കാർ വകുപ്പുകളുമായി സഹകരിച്ചിട്ടുള്ള സംയുക്ത പരിശോധനകളും ഇതിനോടൊപ്പം പുരോഗമിക്കുന്നുമുണ്ട്. വാണിജ്യ നിയമങ്ങളുടെ ലംഘനങ്ങൾ കണ്ടെത്തുന്ന പക്ഷം അത്തരം സ്ഥാപനങ്ങൾക്ക് വൻ പിഴ ചുമത്തുകയോ സ്ഥാപനം അടച്ചുപൂട്ടുകയോ ചെയ്യുന്നതുൾപ്പെടെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് വാണിജ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും തയ്യാറല്ലെന്ന വ്യക്തമായൊരു സന്ദേശം തന്നെയാണ് ഈ നടപടികളിലൂടെ അധികൃതർ നൽകുന്നതും. വിപണിയിലെ ഇത്തരം സംയോജിത നിരീക്ഷണ പദ്ധതികൾ റംദാൻ മാസം മുഴുവൻ മുടങ്ങാതെ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇതുകൂടാതെ തന്നെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉപഭോക്താക്കൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ഏതെങ്കിലും തരത്തിലുള്ള നിയമ ലംഘനങ്ങളോ ക്രമക്കേടുകളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ മന്ത്രാലയത്തിന്റെ ടോൾ ഫ്രീ നമ്പറിലോ ഔദ്യോഗിക ആപ്ലിക്കേഷൻ മുഖേനയോ പരാതികൾ യഥാസമയം അറിയിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്.